പുരുഷന്മാരുടെ മുഖത്ത് പോലും നോക്കാൻ ലജ്ജയുള്ള ലൈലു മറ്റൊരു പുരുഷനോടൊപ്പം ഇന്ദു പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. മുറിയിൽ പ്രവേശിച്ചുടൻ പൈലറ്റ് ചോദിച്ചു, ഇപ്പോ നിന്റെ ലജ്ജയൊക്കെ പോയോ? അവൾ മറുപടി പറയാതെ വിടർന്ന കണ്ണുകളോടെ മന്ദാസിച്ചു. മുറിയുടെ പല ഭാഗങ്ങളിലായി ഘടിപ്പിച്ചിരുന്ന ക്യാമറകളുടെ കണ്ണുകൾ തുറന്നു. ആണും പെണ്ണും ഒരുമിച്ച് കിടക്കുന്ന മുറികളിൽ എല്ലാ ക്യാമറകളുടെ കണ്ണുകളും തുറന്നു തന്നെയായിരുന്നു. കൺട്രോൾ റൂമിൽ രണ്ട് ചെറുപ്പക്കാർ ഇരുന്ന് നൂതനമായ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സഹായത്തോടെ നീല ചിത്രങ്ങൾ വീഡിയോ കാസറ്റിലേക്ക് പകർത്തിക്കൊണ്ടിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മടിച്ചു നിന്ന പല യുവതികളും മറ്റുള്ളവരുടെ വഴികളിലേക്ക് തിരിഞ്ഞു. ഒറ്റക്കണ്ണന്റെ സങ്കേതത്തിനുള്ളിൽ ആഹ്ലാദം അലതല്ലി. ഡോക്ടർ പാർക്കിൻസിന് തന്റെ പത്നിയോട് അതൃപ്തി തോന്നി തുടങ്ങി. ഒരു രാത്രിയിൽ ഡോക്ടറെയും യുവതിയെയും അദ്ദേഹത്തിന്റെ പത്നി കൈയോടെ പിടികൂടി. മുറിയിൽ തിരിച്ചെത്തിയപ്പോൾ യുവതിയായ ഭാര്യ പൊട്ടിത്തെറിച്ചു. ഡോക്ടർ എല്ലാം കേട്ടുകൊണ്ടിരുന്നു. അവസാനം അദ്ദേഹം ചോദിച്ചു, നമ്മൾ രണ്ടുപേരും എവിടെയാണ് എന്ന് നിനക്കറിയാമോ? അറിയാം. ഇവിടെ എന്താണ് നമ്മുടെ ജോലി? നമ്മൾ രണ്ടുപേരും ഡോക്ടർമാരാണ്. നമ്മുടെ ജോലി വ്യഭിചാരമല്ല. കറക്റ്റ്. എന്നാൽ ഈ സങ്കേതത്തിനുള്ളിൽ സദാചാര മര്യാദകൾ പാലിക്കപ്പെടുന്നില്ല. ആർക്കും ആരെയും എപ്പോൾ വേണമെങ്കിലും തന്റെ വൈകാരിക ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കാം. ഭഗവാൻ രജനീഷിന്റെ തത്വങ്ങളാണ് ഇതിനുള്ളിൽ നടക്കുന്നത്. എനിക്കും ഇഷ്ടം പോലെ ജീവിക്കാമല്ലോ. അമലയുടെ ചോദ്യം ഒരു നിമിഷം ഡോക്ടർ പാർക്കിൻസിന്റെ നെഞ്ചിൽ അസ്ത്രം പോലെ തറച്ചെങ്കിലും അടുത്ത നിമിഷം അദ്ദേഹം മാരകമായ അസ്ത്രം വലിച്ചൂരിയെടുത്തു. ഈ രഹസ്യ അറയിൽ നിന്നും മോചനം ലഭിക്കുക എന്നുള്ളത് വെറും സ്വപ്നം മാത്രമാണെന്ന് അദ്ദേഹം വിചാരിച്ചു. ഇവിടെ ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ എന്ത് മാന്യതയാണുള്ളത്? ഇവിടെ താനും ഭാര്യയും തടവുകാരായി എത്തിയ ദിവസം ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞപ്പോൾ തന്റെ മുന്നിൽ വെച്ചാണ് ഇവളെ പലരും ചേർന്ന് ബലാത്സംഗം ചെയ്തത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. പലരോടൊപ്പം ശരീരം പങ്കുവെച്ച ഇവളെ ഇപ്പോഴും താൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ലേ? ഉണ്ട്. എന്നിട്ടും തന്റെ കുറവുകൾ കണ്ടുപിടിച്ച് ഇവൾ എന്തിന് ശണ്ട കൂടുന്നു? ഡോക്ടർ പാർക്കിൻസ് അമലയെ തറപ്പിച്ചു നോക്കി. എന്താ നിങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടി പറയാതിരിക്കുന്നത്? അവൾ ചോദിച്ചു. ഇതിനുള്ളിൽ സദാചാര ജീവിതം നടക്കുകയില്ല. എന്റെ കൺമുമ്പിൽ വെച്ചല്ലേ നീയും കുറെ ചെറുപ്പക്കാരും ശരീരം പങ്കുവെച്ചത്? ഞാൻ സ്വയം സമ്മതിച്ചാണോ? അല്ല. എന്നാൽ ഇവിടെ നിന്ന് പുറത്തു കടക്കുന്നത് വരെ എനിക്ക് നിന്റെ മേൽ അധികാരങ്ങൾ ഒന്നുമില്ലെന്ന് അറിയാമല്ലോ. ഈ സമയത്ത് ഒരാൾക്ക് നിന്നോടൊപ്പം ശയിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് തടയാൻ കഴിയുമോ? ഇല്ല, ഒരു നടുക്കത്തോടെ അമല പറഞ്ഞു. ബോസ് പറഞ്ഞിട്ടാണ് ഞാൻ ആ യുവതിയോടൊപ്പം കിടക്ക പങ്കുവെച്ചത്. ഒരുപക്ഷെ ഇപ്പൊ തന്നെ നിന്നോടും അങ്ങനെ ആവശ്യപ്പെട്ടെന്ന് വരാം. അങ്ങനെ പറഞ്ഞാൽ നീ സമ്മതിക്കുമോ? ഒരു നിമിഷം അമല സ്തംഭിച്ചു നിന്നു. എന്താ നീ ഒന്നും പറയാത്തത്? സമ്മതം എവർക്ക് ആവശ്യമില്ലല്ലോ. കറക്റ്റ്. ഡോക്ടർ അമല ഫോമെത്തിയിൽ തളർന്നിരുന്നു. 2 വയസ്സുള്ള തന്റെ ഓമനപുത്രിയുടെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. വലിയ ബംഗ്ലാവും മാരുതി കാറും ബന്ധുമിത്രാദികളും അവളുടെ മസ്തിഷ്കത്തിലൂടെ ചലച്ചിത്രം പോലെ മിന്നിമറഞ്ഞു. അവൾ സാവധാനം മെത്തയിൽ നിന്നും എഴുന്നേറ്റു. നടക്കുന്ന ഓർമ്മകൾ വേട്ടയാടുമ്പോൾ ഉപയോഗിക്കാറുള്ള ഔഷധം അലമാരയിൽ നിന്നും പുറത്തെടുത്തു. മുന്തിയനം സ്കോച്ച് വിസ്കി. നിങ്ങൾ കഴിക്കുന്നോ? ഒരു തേങ്ങലോടെ അവൾ ചോദിച്ചു. 2 ഗ്ലാസുകളിൽ അവൾ മദ്യം പകർന്നു. രണ്ടുപേരും മദ്യപിച്ചു. ഉറങ്ങാനായി കിടന്നപ്പോൾ ഡോക്ടർ പാർക്കിൻസ് പറഞ്ഞു, എല്ലാം മറന്ന് മൃഗങ്ങളെ പോലെ ജീവിക്കുക. ഇവിടെ നമുക്ക് സമൂഹമില്ല, സദാചാരമില്ല. മനുഷ്യ ശരീരത്തെപ്പറ്റി ഗവേഷണം നടത്തിയ 2 മൃഗങ്ങൾ മാത്രമാണ് നമ്മൾ. ശരിയാണ്, അമല സമ്മതിച്ചു. കുടിച്ച ഉന്മത്തരായ ഡോക്ടർ ദമ്പതികൾ കഴിഞ്ഞകാല ജീവിതം മറക്കാൻ ശ്രമിച്ചുകൊണ്ട് ആലിംഗനബദ്ധനായി കിടന്നുറങ്ങി. ഓരോ ദിവസങ്ങൾ കൊഴിഞ്ഞു വീഴുന്തോറും സങ്കേതത്തിനുള്ളിൽ ആഹ്ലാദത്തിമിർപ്പ് വർദ്ധിച്ചു വരികയായിരുന്നു. പെൺകുട്ടികൾ എല്ലാവരും ആടാനും പാടാനും തുടങ്ങി. ഗർഭിണികളായ പെൺകുട്ടികളെ കർശനമായി മദ്യപാനത്തിൽ നിന്നും ഒറ്റക്കണ്ണൻ വിലക്ക് കൽപ്പിച്ചിരുന്നു. ഇന്ദുവിന്റെ ഗർഭപാത്രമാണ് ആദ്യമായി ഒരു ശിശുവിന് രൂപം കൊടുത്തത്. ഗർഭസ്ഥ ശിശുവിന് അവയവങ്ങൾ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ ദമ്പതികൾ അവളെ നിരന്തരമായ പരീക്ഷണങ്ങൾക്ക് വിധേയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലെ മേശപ്പുറത്ത് കിടക്കുന്ന അവളുടെ ശരീരം മുഴുവൻ പല യന്ത്രങ്ങളിലേക്ക് പോകുന്ന കോഡ് വയറുകൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. TV സ്ക്രീനുകളിൽ പല ചിത്രങ്ങളും അടയാളങ്ങളും സിഗ്നലുകളും തെളിഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ഗർഭപാത്രം കീറി സങ്കീർണമായ പല ഓപ്പറേഷനുകളും ഡോക്ടർ പാർക്കിൻസും അമലയും നടത്തി. അനേക ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം അവളെ പ്രത്യേകം സജ്ജീകരിച്ച മുറിയിലേക്ക് മാറ്റി. അമലയെ നോക്കാൻ പരിചയസമ്പന്നരായ 2 നഴ്സുമാർ 24 മണിക്കൂറും ഉണ്ടായിരുന്നു.
എല്ലാ ദിവസവും ഡോക്ടറും ഭാര്യയും അവളുടെ സുഖങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അമലയെ നോക്കാൻ പരിചയസമ്പന്നരായ 2 നഴ്സുമാർ 24 മണിക്കൂറും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഡോക്ടറും ഭാര്യയും അവളുടെ സുഖങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും മിക്ക യുവതികളും ഗർഭിണികളായി കഴിഞ്ഞിരുന്നു. ഇന്ദുവിനെ പോലെ അവർക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് അനേകം പരീക്ഷണ നിരീക്ഷണങ്ങളെ തരണം ചെയ്യേണ്ടി വന്നു. ജോലിയുടെ ഭാരം വർദ്ധിച്ചപ്പോൾ ഡോക്ടർ പാർക്കിൻസിന് വിശ്രമിക്കാൻ കൂടി സമയമില്ലാതായി. ഡോക്ടർ അമലയും പരിശീലനയായി കഴിഞ്ഞിരുന്നു. അവരുടെ കഷ്ടപ്പാടുകൾ കണ്ടപ്പോൾ ഒറ്റക്കണ്ണന്റെ മനസ്സലിഞ്ഞു. ഡോക്ടർ, നിങ്ങളുടെ കഷ്ടപ്പാട് ലഘൂകരിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു? ഡോക്ടർ പാർക്കിൻസ് ചോദിച്ചു. ഡോക്ടറോടൊപ്പം ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നവരുടെ വിവരങ്ങൾ തരൂ. എന്റെ കൂടെ ആരും ഗവേഷണം നടത്തിയിരുന്നില്ല. ഡോക്ടർ പാർക്കിൻസ് മനഃപൂർവ്വം കള്ളം പറഞ്ഞു. ഡോക്ടർ അമലയുടെ കൂട്ടുകാരികളില്ലേ? ഇല്ല ബോസ്. ഡോക്ടർ അമലയുടെ കൂടെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഡോക്ടർ അക്വിലിയെ പറ്റി ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അക്വിലിയും ഈ കശ്മലന്മാർ തട്ടിക്കൊണ്ടുവരുമല്ലോ എന്നോർത്തപ്പോൾ ഡോക്ടർ അമലയ്ക്ക് ദുഃഖം തോന്നി. പ്ലീസ് ഡോക്ടർ, അക്വിലിയെ വെറുതെ വിടൂ, യാചിക്കുന്ന സ്വരത്തിൽ ഡോക്ടർ അമല പറഞ്ഞു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ഒറ്റക്കണ്ണൻ തന്റെ ക്യാബിനിൽ കയറി റോസ്ലിനെയും ചെമ്പനെയും അകത്തേക്ക് വിളിപ്പിച്ചു. ഡോക്ടർ പാർക്കിൻസിനും ഭാര്യയ്ക്കും ചെയ്തു തീർക്കാൻ കഴിയാത്ത ജോലികൾ ഇവിടെ ഉണ്ട്. നമുക്കൊരു ഡോക്ടർ കൂടി വേണം. ഡോക്ടർ അമലയുടെ കൂടെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഡോക്ടർ അക്വിലിയെ നമുക്ക് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി തന്നെ പുറപ്പെടണോ? ചെമ്പനും റോസ്ലിനും പെട്ടെന്ന് തയ്യാറായി. വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും റോസ്ലിൻ ധരിച്ചു. ചെമ്പൻ അവളുടെ ഭർത്താവിന്റെ വേഷം കെട്ടി. രാത്രി 12 മണിക്ക് ശബ്ദരഹിതമായി പറക്കുന്ന ചെറിയ ഹെലികോപ്റ്ററിൽ 2 പേരും കയറി. നഗരത്തിന് സമീപത്ത് അവർ ഇറങ്ങി. കുറെ ദൂരം നടന്നതിന് ശേഷം ടാക്സി പിടിച്ച് നഗരത്തിലെത്തി. ഒരു ഹോട്ടൽ മുറി എടുത്ത് താമസിച്ചു. രാവിലെ ഡോക്ടർ അക്വിലി ജോലി ചെയ്യുന്ന ആശുപത്രിയിലെത്തി. ഡോക്ടർ അക്വിലിയെ കാണാനുള്ള രോഗികളുടെ നീണ്ട നിര അവരെ അത്ഭുതപ്പെടുത്തി. ഒരു അറ്റൻഡറെ വിളിച്ച് ചെമ്പൻ രഹസ്യമായി ചോദിച്ചു, ഡോക്ടറെ പെട്ടെന്ന് കാണാൻ വല്ല വഴിയുമുണ്ടോ? ഒന്നുമില്ല. ഈ രാജ്യത്ത് എന്തിനും ഒരു കുറുക്കു വഴിയുണ്ടല്ലോ. ഈ ആശുപത്രിയിൽ ഇല്ല. എന്നാൽ ഉച്ച കഴിഞ്ഞ് ഡോക്ടറെ വീട്ടിൽ ചെന്നാൽ കാണാം. എവിടെയാണ് വീട്? 2 കിലോമീറ്റർ ദൂരെയാണ്. പൈപ്പ് ജംഗ്ഷനിൽ ചെന്ന് ചോദിച്ചാൽ ആരും വീട് കാണിച്ചു തരും. ചെമ്പനും റോസ്ലിനും ഹോട്ടലിലേക്ക് മടങ്ങി. ഉച്ച കഴിഞ്ഞ് അവർ ഡോക്ടറുടെ വീട്ടിലെത്തി. ഡോക്ടർ അക്വിലി അവിവാഹിതയായിരുന്നു. വൃദ്ധ മാതാപിതാക്കളും വേലക്കാരിയും മാത്രമായിരുന്നു കുടുംബത്തിലെ മറ്റംഗങ്ങൾ. ചെമ്പനും റോസ്ലിനും കൺസൾട്ടിംഗ് റൂമിൽ കയറി. ഡോക്ടർ അക്വിലിനെ അവർ നമസ്കരിച്ചു. ഇരിക്കൂ. യുവതിയും സുന്ദരിയുമായ ഡോക്ടർ അക്വിലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. 2 പേരെ ഇരുന്നു. പറയൂ, എന്താണ് നിങ്ങളുടെ കേസ്? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഇതുവരെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ല. 2 പേരും മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തിയിട്ടുണ്ടോ? ഇല്ല. അതെന്താ? ഞാൻ വിദേശിയായിരുന്നു. ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. ഡോക്ടർ അക്വിലി 2 പേരെയും പരിശോധനാ വിധേയമാക്കി. പ്രശസ്തമായ ഒരു ലബോറട്ടറിക്ക് കുറിപ്പ് കൊടുത്തു. 2 പേർക്കും കഴിക്കാനായി വൈറ്റമിൻ ടോണിക്കുകളും ടാബ്ലറ്റുകളും കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് 2 പേരും വരിക. ഡോക്ടർ, ഞങ്ങൾ വളരെ ദൂരെ നിന്നാണ് വരുന്നത്. ഇവിടെ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുകയാണ്. എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ലബോറട്ടറി റിസൾട്ടുമായി നാളെ ഉച്ച കഴിഞ്ഞ് വരൂ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഡോക്ടർ അക്വിലിയുടെ ഭാരിച്ച ഫീസ് നൽകിയിട്ട് അവർ എഴുന്നേറ്റു. ഹോട്ടലിൽ തിരിച്ചെത്തിയതിനു ശേഷം അവർ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പിറ്റേ ദിവസം സന്ധ്യയായപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ പരിശീലനായ ചെമ്പൻ ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിലേക്ക് പാഞ്ഞു കയറി. ഡോക്ടർ! ചെമ്പൻ തേങ്ങിക്കരഞ്ഞു. ഡോക്ടർ അക്വിലി കസേരയിൽ നിന്നും ചാടി എണീറ്റു. എന്തുപറ്റി? ഡോക്ടർ, രക്ഷിക്കണം, എന്റെ ഭാര്യ. വാക്കുകൾ ചെമ്പന്റെ കണ്ടത്തിൽ കുരുങ്ങി. പറയൂ, ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു? ബ്ലീഡിംഗ്. അവൾ മരിച്ചു പോകും. പ്ലീസ്, അവൾ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. ഭാര്യ എവിടെ? പുറത്ത് കാറ് കിടക്കുന്നു. ബ്ലീഡിംഗ് നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പ്ലീസ്, അവളെ രക്ഷിക്കൂ. ഡോക്ടർ വേഗം കൺസൾട്ടിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കാറിന്റെ പിൻസീറ്റിൽ തളർന്നു കിടക്കുന്ന റോസ്ലിനെ ഒരു നിമിഷം ദയനീയമായി നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, സാരമില്ല, ആശുപത്രിയിലേക്ക് പോകാം, ഞാൻ കൂടി വരാം. ഡോക്ടർ പിൻസീറ്റിൽ കയറി. ചെമ്മൻ കാർ ഡ്രൈവ് ചെയ്തു. ആശുപത്രിയിലേക്ക് പോകാതെ കാർ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു. ഇടത്തേക്കാണ് പോകേണ്ടത്, ഡോക്ടർ പറഞ്ഞു. നമുക്ക് ഈ വഴിയിൽ കൂടി പോകാം. ചെമ്പൻ കാറിന്റെ വേഗത വർദ്ധിപ്പിച്ചു. വിജനമായ പ്രദേശത്തു കൂടി കാർ കുതിച്ചു പായാൻ തുടങ്ങി. ഹേയ് മിസ്റ്റർ, നിങ്ങൾ വണ്ടി നിർത്തൂ, ഡോക്ടർ അക്വിലി ഭയം നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു.
ഡോക്ടർ പറഞ്ഞത് കേൾക്കാത്ത ഭാവത്തിൽ ചെമ്പൻ ഡ്രൈവിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഡോക്ടർക്ക് തന്റെ സഹപ്രവർത്തകയായിരുന്ന അമലയെ ഓർമ്മ വന്നു. അവളും ഭർത്താവും അപ്രത്യക്ഷരായത് എങ്ങനെയാണെന്ന് ഇപ്പോഴും ആർക്കും അറിഞ്ഞുകൂടാ. കാർ ഓടിക്കുന്ന മനുഷ്യനും പിൻസീറ്റിൽ ചാരിയിരിക്കുന്ന യുവതിയും ആരായിരിക്കുമെന്ന് അവർ ഊഹിച്ചു. വണ്ടി നിർത്തൂ, ഉറക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അക്വിലി ഡോർ തുറന്നു. അതേ നിമിഷം തന്നെ റോസ്ലിൻ വാതിൽ ബലമായി അടച്ചു. നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? ശബ്ദിക്കരുത്, റോസ്ലിൻ താക്കീത് ചെയ്തിട്ട് വിദേശ നിർമ്മിതമായ റിവോൾവർ എടുത്ത് ഡോക്ടറുടെ പിൻകഴുത്തിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് അനുസരിക്കുക. ഡോക്ടർ അക്വിലിയുടെ സപ്തനാഡികളും തളർന്നുപോയി. കുറച്ചു നേരം കൂടി കാർ ഓടിയതിനു ശേഷം ഒരു സ്കൂളിനടുത്ത് വന്നു നിന്നു. ഇറങ്ങി വരൂ, റോസ്ലിൻ ആജ്ഞാപിച്ചു. ഡോക്ടർ അനുസരിച്ചു. അവർ സ്കൂളിന്റെ വിശാലമായ മൈതാനിയിലേക്ക് കയറി. അവരെയും പ്രതീക്ഷിച്ച് ചെറിയ ഹെലികോപ്റ്റർ മൈതാനിയിൽ കിടപ്പുണ്ടായിരുന്നു. 3 പേരും കയറി. ഹെലികോപ്റ്റർ ആകാശത്തേക്ക് ഉയർന്നു. നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? പതറിയ ശബ്ദത്തിൽ ഡോക്ടർ അക്വിലി ചോദിച്ചു. ഡോക്ടറെ കൊല്ലുകയില്ല, ഉപദ്രവിക്കുകയുമില്ല, റോസ്ലിൻ പറഞ്ഞു. എന്നെ ദയവായി വിട്ടയക്കൂ, പ്ലീസ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം. ഡോക്ടർ, ഭയപ്പെടാതിരിക്കൂ. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഗരുഡമലയുടെ മുകളിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. ഇരുട്ട് കട്ട പിടിച്ചു കിടക്കുന്ന മലമുകളിൽ വീശിയടിക്കുന്ന കാറ്റ് ഏറ്റപ്പോൾ താൻ ഏതോ കടൽ തീരത്താണ് എത്തിയിരിക്കുന്നതെന്ന് ഊഹിച്ചുകൊണ്ട് ഡോക്ടർ അക്വിലി എന്തോ ചോദിക്കാൻ ഭാവിച്ചപ്പോഴേക്കും സങ്കേതത്തിന്റെ വാതിൽ തുറന്ന് അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. ഡോക്ടർ, ഭയപ്പെടേണ്ട. ഇവിടെ നിങ്ങളുടെ കൂട്ടുകാരിയും സഹപ്രവർത്തകയുമായിരുന്ന ഡോക്ടർ അമലയും ഭർത്താവുമുണ്ട്, റോസ്ലിൻ പറഞ്ഞുകൊണ്ട് മറ്റൊരു വാതിൽ തുറന്ന് അകത്തേക്ക് പോയി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അമല അവിടെ എത്തി. അവരുടെ കണ്ണുകൾ ഒരു നിമിഷം കൂട്ടിമുട്ടി. ഡോക്ടർ അമല ഓടിച്ചെന്ന് കൂട്ടുകാരിയെ കെട്ടിപ്പിടിച്ചു. 2 പേരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. അമലെ, എന്താണിത്? അമല മറുപടി പറഞ്ഞില്ല. അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു നേഴ്സ് അവിടെ എത്തി. ഡോക്ടർ അക്വിലിയെ ബോസ് അന്വേഷിക്കുന്നു. ഒന്നും മനസ്സിലാകാതെ അക്വിലി തന്റെ കൂട്ടുകാരിയെ തറച്ചു നോക്കി. നവാഗതയെ അവഗണിച്ചുകൊണ്ട് ഡോക്ടർ അമല വാതിൽ തുറന്ന് അകത്തേക്ക് പോയി. നേഴ്സ് ചൂണ്ടിക്കാണിച്ച വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ ഡോക്ടർ അക്വിലി കസേരയിൽ പുറംതിരിഞ്ഞിരുന്ന് ഏതോ യന്ത്രത്തിൽ കോഡുകൾ കുത്തുകയും ബട്ടണുകൾ തിരിക്കുകയും ചെയ്യുന്ന ഒരാളെ കണ്ടു. ഡോക്ടർ, ഇരിക്കൂ, അവൾക്ക് അഭിമുഖമായി തിരിയാതെ തന്നെ അയാൾ പറഞ്ഞു. ഡോക്ടർ ഇരുന്നില്ല. പെട്ടെന്ന് കറങ്ങുന്ന കസേര തിരിച്ചുകൊണ്ട് അയാൾ ഡോക്ടർക്ക് അഭിമുഖമായിരുന്നു. ഡോക്ടർ അക്വിലി ഭയം കൊണ്ട് മേൽപോട്ട് ചാടിപ്പോയി. തറയിൽ കാലുകൾ സ്പർശിച്ചപ്പോൾ അവൾ വീണ്ടും ചാടി. വാതിൽ തുറന്ന് പുറത്തേക്ക് കുതിക്കാൻ ഭാവിച്ചപ്പോൾ റോസ്ലിൻ മുറിയിൽ പ്രവേശിച്ചു. ഡോക്ടർ, ഭയപ്പെടേണ്ട, ഇദ്ദേഹമാണ് നമ്മുടെ ബോസ്. സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വികൃത രൂപത്തെ ഒളി കണ്ടിട്ട് ഡോക്ടർ അക്വിലി നോക്കി. മൂക്കിന് നേരെ മുകളിൽ ഒരു കണ്ണു മാത്രം, വിശാലമായ നെറ്റിത്തടം, ജട പിടിച്ചു കിടക്കുന്ന മുടിയും താടിയും. എന്തൊരു ഭീകര രൂപം! ഡോക്ടർ ഇരിക്കും, ഒറ്റക്കണ്ണം പറഞ്ഞു. അറച്ചറച്ച് അക്വിലി ഇരുന്നു. മനുഷ്യശാസ്ത്രപരമായ ഏറ്റവും വലിയ ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഇന്ത്യയിൽ എന്നല്ല, ലോകത്ത് ഒരിടത്തും ഇങ്ങനെ ഒരു സ്ഥാപനം ഇല്ല. എന്നെ തട്ടിക്കൊണ്ടുവന്നത് എന്തിനാണ്? ഗവൺമെന്റ് അംഗീകാരം നൽകാത്ത ഒരു സ്ഥാപനമാണിത്. അതുകൊണ്ട് മിടുക്കരായ ഡോക്ടർമാരെ ഞങ്ങൾക്ക് ലഭിക്കുകയില്ല. ഞാൻ പ്രഗത്ഭയായ ഒരു ഡോക്ടർ അല്ല. ഡോക്ടർ അമലയുടെ സഹപ്രവർത്തക എന്തറിയുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബോസ്, എന്റെ വീട്ടിൽ വൃദ്ധ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. എന്നെ പോകാൻ അനുവദിക്കണം. 2 വയസ്സുള്ള കുട്ടിയെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഡോക്ടർ പാർക്കിൻസും അമലയും ഇവിടെ ഗവേഷണങ്ങൾ നടത്തുന്നത്. ഒരു ഡോക്ടർക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത അസുലഭ സന്ദർഭങ്ങൾ നഷ്ടപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാവുകയാണോ? അതെ. എങ്കിൽ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളൂ. നിങ്ങൾ ദൗത്യം പൂർത്തിയാക്കാതെ ഇവിടെ നിന്ന് പുറത്തു പോകുകയില്ല. ഡോക്ടർ അക്വിലിയെ അമലയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഒറ്റക്കണ്ണൻ ക്യാബിനിൽ നിന്നും ഇറങ്ങിപ്പോയി. ഡോക്ടർ അമലയും അക്വിലിയും റോസ്ലിനും മാത്രം ഒരു മുറിയിൽ ഇരുന്ന് മണിക്കൂറുകളോളം സംസാരിച്ചു. ഡോക്ടർ അക്വിലി വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ റോസ്ലിൻ മുറിയിൽ നിന്നും ഇറങ്ങി. അപ്പോൾ അമല പറഞ്ഞു, അവർ പറയുന്നത് അനുസരിക്കുക. എന്റെ ഭർത്താവിന്റെ മുൻപിൽ വെച്ച് 3 പേരാണ് ബലാത്സംഗം ചെയ്തത്. എന്നിട്ടും സമ്മതിച്ചില്ലെങ്കിൽ മോളെ കൊണ്ടുവന്ന് കൺമുമ്പിൽ വെച്ച് കൊല്ലുമെന്ന് പറഞ്ഞു. നീ സമ്മതിച്ചുകൊണ്ട് എന്ത് നേടി? എന്റെ മകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവർ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും ശിക്ഷിക്കപ്പെടും. സർക്കിൾ ഇൻസ്പെക്ടറെ അനുസരിപ്പിക്കാനായി മകളെ പിടിച്ചുകൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്തു. ആ പെണ്ണും അവളുടെ അമ്മയും ഇപ്പോഴും ഇവിടെ ഉണ്ട്. നിനക്കും ഭർത്താവിനും ഒരു ഫീലിങ്സും ഇല്ലേ? ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം എന്ന് വിചാരിച്ച് ജീവിക്കുന്നു. മറ്റൊന്ന് മനുഷ്യ ശരീരത്തിൽ നടത്തുന്ന ഗവേഷണങ്ങളാണ്.
നമ്മുടെ പ്രൊഫഷനും അതാണല്ലോ. ഡോക്ടർ അക്വിലി ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് എന്തോ പറയാൻ ഭാവിച്ചപ്പോഴാണ് അഞ്ജു മുറിയിലേക്ക് കയറി ചെന്നത്. ഡോക്ടർ അക്വിലിയെ കണ്ട അവൾ ഇടിവെട്ടേറ്റതുപോലെ സ്തംഭിച്ചു പോയി. സർക്കിൾ ഇൻസ്പെക്ടർ പരമേശിന്റെ കുടുംബ സുഹൃത്തായിരുന്നു ഡോക്ടർ അക്വിലി. ഭവാനിയുടെ യൂട്രസ് സംബന്ധമായ അസുഖത്തിനാണ് അവർ ഡോക്ടർ അക്വിലി സേവനം അനുഷ്ഠിക്കുന്ന ആശുപത്രിയിൽ എത്തിയത്. സ്ത്രീരോഗ വിദഗ്ധയും ഗവേഷകയുമായ അക്വിലിയുടെ ചികിത്സ മൂലം ഭവാനിയുടെ അസുഖം ഭേദപ്പെട്ടു. അതോടെ അവർ തമ്മിൽ വേർപിരിക്കാനാവാത്ത ഒരു കുടുംബ ബന്ധം ഉടലെടുത്തു. സ്വന്തം അനുജത്തിയെ പോലെയാണ് അഞ്ജുവിനെ അക്വിലി സ്നേഹിച്ചിരുന്നത്. തന്റെ മുമ്പിൽ ഒന്തിയ വയറുമായി സ്തംഭിച്ചു നിൽക്കുന്ന അഞ്ജുവിനെ വിടർന്ന കണ്ണുകളോടെ ഡോക്ടർ അക്വിലി നോക്കി. അഞ്ജു, എന്റെ പേര് അഞ്ജു എന്നല്ല, തേങ്ങൽ കടിച്ചമർത്തിക്കൊണ്ട് അഞ്ജു പറഞ്ഞു. എന്നിട്ടും ഡോക്ടർ അക്വിലിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അഞ്ജുവിന്റെ മുഖത്ത് നിന്നും കണ്ണുകൾ പറിക്കാതെ അവൾ വിസ്മയത്തോടെ ഏതാനും നിമിഷങ്ങൾ കൂടി നിന്നിട്ട് പറഞ്ഞു, ഐ ആം സോറി, എന്നാൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ അഞ്ജു തന്നെ. നിനക്ക് തോന്നുകയായിരിക്കും, ഡോക്ടർ അമല പറഞ്ഞു. ആയിരിക്കാം. നീ എന്തിനാ വന്നത്? അഞ്ജുവിനോട് അമല ചോദിച്ചു. കുറച്ചു നേരമായി വയറ്റിൽ വേദന. ഡോക്ടർ അമല പെട്ടെന്ന് അവളെ പരിശോധിച്ചു നോക്കി. കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ അക്വിലി സാവധാനം എഴുന്നേറ്റ് അഞ്ജുവിന്റെ അടുത്തെത്തി. അവൾ സാവധാനം അഞ്ജുവിന്റെ പുറത്ത് തലോടിക്കൊണ്ട് അമലോട് ചോദിച്ചു, ഈ പെണ്ണിന്റെ പേരെന്താടി അമലെ? ഒരു സെക്കൻഡ് പോലും ഇനി പിടിച്ചു നിൽക്കാനാവില്ലെന്ന് അഞ്ജുവിന് തോന്നി. അവൾ അക്വിലിയുടെ കയ്യിൽ കടന്നു പിടിച്ചു. തന്റെ ആദരങ്ങളിൽ അമർത്തിക്കൊണ്ട് വിങ്ങിപ്പൊട്ടാൻ തുടങ്ങി. ചേച്ചി. അഞ്ജു. ഡോക്ടർ അക്വിലിയുടെ കണ്ണുകളും നിറഞ്ഞു കവിഞ്ഞു. ഞാൻ ചേച്ചിയോട് അഞ്ജു തന്നെയാ. എന്നിട്ട് എന്താടി നീ ആദ്യം പറയാതിരുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരികളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെയുള്ളവർ അറിയേണ്ടെന്ന് കരുതി. അവർ വളരെ നേരം ഇരുന്ന് സംസാരിച്ചു. ഒടുവിൽ അഞ്ജു ചോദിച്ചു, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കാമോ? നീ എന്ത് ചെയ്യും? ഞാൻ പോയി ഡാഡിയോട് വിവരം പറയാം. നിന്റെ ഡാഡി ജീവിച്ചിരിപ്പില്ലെന്ന് പറയാൻ ഡോക്ടർ അക്വിലിക്ക് തോന്നിയെങ്കിലും മൗനം പാലിച്ചു. അപ്പോൾ ഡോക്ടർ അമല പറഞ്ഞു, വന്യമൃഗങ്ങൾ വിളയാടുന്ന നിബിഡ പ്രദേശമാണിത്. ഇതിനുള്ളിൽ നിന്ന് പുറത്തു കിടക്കുന്നവർ രക്ഷപ്പെടുകയില്ല. പിന്നെ നമ്മൾ എന്തു ചെയ്യും? എന്തെങ്കിലും അവസരം ഉണ്ടാകും. ഞാൻ പലതവണ ശ്രമിച്ചു. എങ്ങനെ? രാത്രിയിൽ കാവൽ നിൽക്കുന്നവർക്കെല്ലാം ഈ ശരീരം നൽകി. അവന്മാർ ആ ചെകുത്താന്റെ ആജ്ഞാനുവർത്തികളാണ്. സ്ത്രീ ശരീരം ആസ്വദിക്കുക എന്നത് അവർക്കൊരു പ്രശ്നമല്ല. ഇവിടെ ആർക്കും ആരെയും ശാരീരികമായി ഉപയോഗിക്കാം. ആ ചെമ്പനും ഡഗ്ലസും നല്ലവരാണെന്ന് തോന്നുന്നു. വെറുതെയാണ് പെണ്ണെ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതി ഇവനെ എല്ലാം രഹസ്യമായി വിളിച്ച് ഞാനും ഈ ശരീരം പങ്കുവെച്ചതാണ്. ഒരു ചുക്കും സംഭവിക്കില്ല. ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരുമോ അമലെ? ഭയത്തോടുകൂടി ഡോക്ടർ അക്വിലി ചോദിച്ചു. ഈ സമയം വരെ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. എന്നാൽ എനിക്ക് വിശ്വാസമുണ്ട് നമ്മൾ ഒരു ദിവസം ഇവിടെ നിന്ന് രക്ഷപ്പെടും, ഡോക്ടർ അക്വിലി പറഞ്ഞു. നിന്റെ വിശ്വാസം നമ്മളെല്ലാവരെയും രക്ഷിക്കട്ടെ. പെട്ടെന്ന് റോസ്ലിൻ മുറിയിലേക്ക് കയറി. അവൾ അഞ്ജുവിനെ തറപ്പിച്ചു നോക്കി. ഉടൻ തന്നെ അഞ്ജു മുറി വിട്ടുപോയി. ഡോക്ടർ, ഈ പെൺകുട്ടികളുമായി നിങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കരുത്. ബോസിന്റെ ശ്രദ്ധയിൽപ്പെട്ട കുറ്റം എനിക്കാണ്. അവൾ പരിശോധനയ്ക്കായി എത്തിയതാണ്, ഡോക്ടർ അമല പറഞ്ഞു. അവൾ ഇങ്ങോട്ട് കയറിയിട്ട് 1 മണിക്കൂറായല്ലോ. ഇനി ശ്രദ്ധിച്ചോളാം. ഞാൻ വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാണ്. ഡോക്ടർ അക്വിലി രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞ് ബോസിന്റെ ക്യാബിനിൽ എത്തണം. റോസ്ലിൻ പോയി. ഡോക്ടർ അക്വിലി ചോദ്യഭാവത്തിൽ അമലയുടെ മുഖത്തേക്ക് നോക്കി. നീ എന്താ ഇങ്ങനെ ഷോക്കേറ്റതുപോലെ ഇരിക്കുന്നത്? അമല ചോദിച്ചു. എന്തിനാടി അയാൾ വിളിപ്പിച്ചത്? കിടക്ക പങ്കുവെക്കാനായിരിക്കും. നിന്നെ അയാൾ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോ എനിക്കൊരു ഡോക്ടറുടെ മാന്യതയില്ലേ? നീ വിവാഹിതയല്ലല്ലോ. എനിക്ക് ആ പിശാചിനെ വേണ്ട. അക്വിലി, ഇവിടെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഒന്നിനും യാതൊരു വിലയുമില്ല. അനുസരിക്കുക മാത്രമാണ് നമ്മുടെ കടമ. ഞാൻ ആത്മഹത്യ ചെയ്യും. ഒനോ, ഒരിക്കലും ആത്മഹത്യയെ പറ്റി ചിന്തിക്കരുത്. ഞാനോ നീയോ ആത്മഹത്യ ചെയ്താൽ പല ജീവിതങ്ങളും നഷ്ടപ്പെട്ടു എന്ന് വരാം. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത് നീ ഓർമ്മിക്കുന്നില്ലേ? എന്റെ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ബലാത്സംഗം ചെയ്ത സംഭവം. എന്നിട്ടും ഞാൻ ആത്മഹത്യ ചെയ്തില്ല. അമല പറയുന്നത് ശരിയാണെന്ന് അക്വിലിക്ക് തോന്നി. ജീവിതം ബലിയർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് ഏറ്റവും വലിയ ത്യാഗമാണ്. ത്യാഗത്തിന് അർത്ഥസമ്പുഷ്ടമായ ഒരു പരിസമാപ്തിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് താൻ ചെയ്യുന്ന സേവനം ഏറ്റവും വലുതായിരിക്കും. സദാചാര ബോധമില്ലാത്ത ഒരു കൂട്ടം കാട്ടാളന്മാരുടെ ഇടയ്ക്ക് ജീവിക്കുമ്പോ പച്ചമാംസം കൊണ്ടുള്ള തന്റെ ശരീരത്തിന് എന്ത് വിലയാണുള്ളത്? ഡോക്ടർ അക്വിലി തന്റെ മനസ്സിന് കൂടുതൽ ശക്തി പകർന്നു കൊടുത്തു.
അത്താഴം കഴിഞ്ഞ് ഒറ്റക്കണ്ണനായ കാട്ടാളിനെ നേരിടാനായി അവൾ തയ്യാറെടുത്തു. മൗനിയായി ഇരിക്കുന്ന അഖിലയോട് അമല പറഞ്ഞു, നീ വിഷമിക്കണ്ട. ചിലപ്പോ അയാൾ കാണണമെന്ന് പറഞ്ഞത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിരിക്കും. നിന്നെ അയാൾ ഉപദ്രവിച്ചില്ലേ? ഇല്ല. ഒരുപക്ഷെ ഭർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് മനഃപൂർവ്വം വേണ്ട എന്ന് തീരുമാനിച്ചതായിരിക്കാം. എന്തുമാകട്ടെ, ഞാൻ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സമയം തേരട്ട പോലെ ഇഴഞ്ഞു നീങ്ങി. അത്താഴമേശയ്ക്ക് ചുറ്റും ഒറ്റക്കണ്ണൊഴികെ എല്ലാവരും ഇരുന്നു. ഡോക്ടർ അമലയോടും അഖിലയോടുമുള്ള ആത്മബന്ധം മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാനായി അഞ്ജു അവർക്ക് സമീപത്തെങ്ങും ഇരുന്നില്ല. ഊണ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. അല്പനേരം വിശ്രമിച്ചിട്ട് ഡോക്ടർ അഖിലി വർദ്ധിച്ച ചങ്കിടിപ്പോടെ ഒറ്റക്കണ്ണന്റെ ക്യാബിനിലേക്ക് കയറി ചെന്നു. അഖിലി ഇരിക്കൂ. പതറാതെ അവൾ കസേരയിൽ അമർന്നിരുന്നു. ഒറ്റക്കണ്ണൻ ഒരു സിഗരറ്റിന് തീ കൊളുത്തി അലസമായി പുകയൂതി വിട്ടുകൊണ്ട് പറഞ്ഞു, 15 മാസത്തെ കോൺട്രാക്ട് മാത്രമേ ഇവിടെയുള്ളൂ. അത് കഴിയുമ്പോൾ 50 ലക്ഷം രൂപയുമായി നിനക്ക് മടങ്ങാം. പണം താങ്കൾ തന്നില്ലെങ്കിലും എന്റെ ജോലി ഭംഗിയായി ഞാൻ നിർവഹിച്ചുകൊള്ളും. അതിനു മുമ്പ് ഞാൻ ജീവിച്ചിരിക്കുന്നതായി മാതാപിതാക്കളെ ഒന്ന് അറിയിക്കാൻ സഹായിക്കുമോ? തീർച്ചയായും. ഒറ്റക്കണ്ണൻ അവൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ട് ഒരു യന്ത്രത്തിൽ ചില നോബുകൾ പിടിച്ചു തിരിക്കുകയും ബട്ടണുകൾ അമർത്തുകയും ചെയ്തു. എന്നിട്ട് റിസീവർ അക്വിലയുടെ കയ്യിൽ കൊടുത്തു. അവളുടെ കാതിൽ പിതാവിന്റെ ശബ്ദം ഒഴുകിയെത്തി. പപ്പ, ഞാനാണ് അക്വിലി. നീ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഞാൻ പോലീസിൽ പരാതി നൽകിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അവർ വന്നിട്ട് പോയി. എനിക്കൊരു കുഴപ്പവുമില്ല. മമ്മി എവിടെ? എന്റെ അടുത്ത് നിൽപ്പുണ്ട്. നീ എവിടുന്നാണ് സംസാരിക്കുന്നത്? ഒരു അർജന്റ് കേസ് ഉണ്ടായിരുന്നു. ഉടനെ തിരികെ പോരാമെന്ന് കരുതിയാണ് പറയാതിരുന്നത്. ഒടുവിൽ ആൻഡമാനിൽ എത്തിച്ചേർന്നു. ഏ? ഒന്നും ഭയപ്പെടണ്ട. ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തും. പോലീസിൽ നൽകിയ പരാതി പിൻവലിക്കുക. ശരി മോളെ. ഒറ്റക്കണ്ണൻ ഒരു ബട്ടണിൽ അമർത്തി. ടെലിഫോൺ ബന്ധം നിലച്ചു. പപ്പയോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അക്വിലിക്ക് സന്തോഷം തോന്നി. അതോടൊപ്പം അദ്ദേഹത്തിന് തെറ്റായ വിവരങ്ങൾ നൽകേണ്ടി വന്നതിൽ ദുഃഖവും. അക്വിലിക്ക് ഇപ്പൊ സന്തോഷമായില്ലേ? ഒറ്റക്കണ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഉവ്. വെറുതെ അവൾ പ്രതിവചിച്ചു. ഈ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണം. അയാൾ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. വാതിലിന് പിന്നിൽ കാത്തു നിന്നതുപോലെ റോസ്ലിൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. സ്കോച്ച് കൊണ്ടുവരൂ. അവൾ മദ്യക്കുപ്പിയും ഗ്ലാസുകളുമായി എത്തി. ടീപ്പോയിൽ വെച്ചിട്ട് റോസ്ലിൻ പോയി. ഒറ്റക്കണ്ണൻ 2 ഗ്ലാസുകളിൽ മദ്യം പകർന്നു. ഒരു ഗ്ലാസ് എടുത്ത് അക്വിലിനെ നീട്ടി. നോ താങ്ക്സ്. ഇവിടെ ജീവിക്കുമ്പോ മദ്യപിക്കേണ്ടി വരും. ഇതൊരു തുടക്കമായിക്കൊള്ളട്ടെ. വേണ്ട, ദയവായി എന്നെ നിർബന്ധിക്കരുത്. കുടിക്കണം, കുടിച്ചേ പറ്റൂ. ഡോക്ടർ അക്വിലി മദ്യം വാങ്ങി കുടിച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒറ്റക്കണ്ണൻ തനിക്ക് ചുറ്റും നിന്ന് നൃത്തം വെക്കുന്നത് പോലെ തോന്നി. വീണ്ടും അയാൾ മദ്യം പകർന്നു കൊടുത്തു. അവൾ കുടിച്ചുകൊണ്ടിരുന്നു. താൻ കസേരയിൽ നിന്ന് താഴെ വീഴുമെന്ന് തോന്നിയപ്പോൾ അവൾ തൊട്ടടുത്തിരിക്കുന്ന ഒറ്റക്കണ്ണനെ ബലമായി പിടിച്ചു. അയാൾ എഴുന്നേറ്റ് അവളെ കോരിയെടുത്ത് ഫോമെത്തിയിൽ കിടത്തി. ശരീരം മദ്യത്തിന് കീഴ്പ്പെട്ടെങ്കിലും അഖിലയുടെ മസ്തിഷ്കം തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ മനസ്സ് ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തിരുന്നത് കൊണ്ട് തന്റെ ശരീരം കളങ്കപ്പെടുന്നതിൽ അവൾക്ക് ദുഃഖം തോന്നിയില്ല. കുറെ നേരം കഴിഞ്ഞ് ഒറ്റക്കണ്ണൻ സംതൃപ്തിയോടെ എഴുന്നേറ്റു. അയാൾ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. അക്വിലെ കണ്ണുകൾ ഇറുക്കി അടച്ച് ചരിഞ്ഞു കിടന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഒറ്റക്കണ്ണൻ ശബ്ദം താഴ്ത്തി വിളിച്ചു. അക്വിലി. നിദ്രയിൽ എന്ന പോലെ അവൾ കണ്ണുകൾ തുറന്നു. പോയി കിടന്നുള്ളൂ. നാളെ 2 ഓപ്പറേഷൻ ഇല്ലേ? ഉണ്ട്. മുറി വിട്ടു പോകാൻ നേരം അവൾ കള്ളച്ചിരിയോടെ തിരിഞ്ഞു നിന്നു. എന്താ? നാളെയും ഞാൻ വരും. നിനക്ക് എപ്പോ വേണമെങ്കിലും വരാമല്ലോ. അവൾ ഒറ്റക്കണ്ണനെ കെട്ടിപ്പിടിച്ച് മുഖത്ത് ഒരു ചുംബനം നൽകിയിട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അക്വിലി ബാത്റൂമിൽ കയറി കുളി കഴിഞ്ഞ് ഡോക്ടർ അമലയുടെ മുറിയുടെ വാതിൽക്കിലെത്തി. കതക് പൂട്ടാൻ നിയമമില്ലാതിരുന്നത് കൊണ്ട് ചാരിയിരുന്ന കതക് സാവധാനം തുറന്ന് അവൾ അകത്തേക്ക് നോക്കി. അമലയും ഭർത്താവും സുഖമായി ഉറങ്ങുന്നു. അവരെ ഉണർത്തണമോ എന്ന് ഒരു നിമിഷം ആലോചിച്ച് നിന്നിട്ട് ഉണർത്താൻ തന്നെ തീരുമാനിച്ചു. അമലയെ കുലുക്കി വിളിച്ചു. അവൾ കണ്ണു തുറന്നു. എന്താ അക്വിലി? ഞാൻ ബോസിന്റെ മുറിയിൽ നിന്ന് വരികയാണ്. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് പ്രത്യേകിച്ച് അനുഭൂതിയൊന്നും ഉണ്ടായില്ല. എന്റെ മനസ്സ് ആ സമയത്ത് മറ്റെവിടെയോ ആയിരുന്നു. ഇപ്പോ എന്തിനാണ് നീ വന്നത്? ഹസിനെ വിളിക്കൂ. ഒരു രഹസ്യം പറയാനുണ്ട്. എന്താണ്? സസ്പെൻസ് ആണ്. അമല ഭർത്താവിനെ ഉണർത്തി. എന്താ അക്വിലി? കൂട്ടുമായിട്ടുകൊണ്ട് അയാൾ ചോദിച്ചു. ഈ മുറിയിൽ കാതുകളുണ്ടോ? ഇല്ല. ഇവിടെ താമസിക്കുന്നവർ ആലോചിച്ചാലും പ്രാവർത്തികമാകാൻ പോകുന്നില്ലെന്ന് അവർക്കറിയാം.
അതുകൊണ്ട് രഹസ്യം ചോർത്ത് ഒന്നുമില്ല. എങ്കിൽ കേട്ടുകൊള്ളൂ. അയാൾ എന്നെ കീഴടക്കി. ഇതാണോ വലിയ രഹസ്യം? പാർക്കിൻസ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല. പിന്നെ? അയാൾ ഒറ്റക്കണ്ണനല്ല. പിന്നെ? വളരെ വിദഗ്ധമായ രീതിയിൽ ധരിച്ചിരിക്കുന്ന ഒരു മാസ്ക് ആണ്. എന്റെ സംശയം തീർക്കാനായി മുറിയിൽ നിന്നും ഇറങ്ങാൻ നേരവും മുഖത്തൊരു ചുംബനം ഞാൻ കൊടുത്തു. നീ സത്യം പറയുകയാണോ? കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അമല ചോദിച്ചു. അതെ. നമ്മൾ നടത്തുന്ന ഗവേഷണം വിജയിച്ചാൽ അയാൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. തീർച്ചയായും ഈ മാസ്ക് ലഭിച്ചതിന് ശേഷമായിരിക്കും അയാൾ ഇതേപ്പറ്റി ചിന്തിച്ചത്. ആയിരിക്കാം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, അക്വിലി ദൃഢമെങ്കിലും പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എന്താണ്? നാളെ രാത്രിയും ഈ ശരീരം അയാൾക്ക് ഞാൻ നൽകും. എന്നിട്ട് അയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. പെണ്ണെ, വെറുതെ മരിക്കേണ്ടി വരും. അയാളുടെ തനിനിറം കണ്ടിട്ട് നീ എന്ത് നേടാൻ പോകുന്നു? എപ്പോഴെങ്കിലും രക്ഷപ്പെടാൻ കഴിയുകയാണെങ്കിൽ എന്റെ വിശദീകരണം കേട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് സമർത്ഥനായ ഒരു ചിത്രകാരനെ കൊണ്ട് അയാളുടെ ചിത്രം വരയ്ക്കും. രക്ഷപ്പെട്ടില്ലെങ്കിലോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു കാര്യം തീർച്ചയാണ്, നമ്മളെ മൂന്നുപേരെയും അയാൾ കൊല്ലുകയില്ല. അപകടമെന്ന് കണ്ടാൽ അവർ കൊന്നുകളയും. നമുക്ക് പകരം വീണ്ടും ഡോക്ടർമാരെ തട്ടിക്കൊണ്ടു വരികയും ചെയ്യും. മരണ ഏജന്റുമാർ എപ്പോഴും നാട് ചുറ്റി നടക്കുകയാണ്. ഏതായാലും എന്റെ ഭയമെല്ലാം പോയി. ഇപ്പോ മരിക്കാനും ഞാൻ തയ്യാറാണ്. രക്ഷപ്പെടാമെന്ന് കരുതി അഞ്ജു എല്ലാവർക്കും തന്റെ കിളുന്ന ശരീരം നൽകി. എന്തെങ്കിലും സംഭവിച്ചോ? ഞാനും അഞ്ജുവും ചേർന്ന് കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഡോക്ടർ അക്വിലി ഒരു കൊച്ചുകുട്ടിയെ പോലെ തുള്ളിച്ചാടി മുറിയിൽ നിന്നും പോയി. ആ പെണ്ണ് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അമല പറഞ്ഞു. അവളും അഞ്ജുവും ചേർന്ന് ആലോചിക്കട്ടെ. ചിലപ്പോ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചെന്നിരിക്കും. ഡോക്ടർ പാർക്കിൻസ് കിടന്നുകൊണ്ട് പറഞ്ഞു. ഉന്മാദ ലഹരിയിൽ വിഡ്ഢിത്തം കാണിക്കുന്നവരല്ല ഒറ്റക്കണ്ണനും സംഘവും. തന്റെ അനുഭവങ്ങൾ സ്മരിച്ചുകൊണ്ട് അമല എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന് കരുതി ആർക്കെല്ലാം ഈ ശരീരം പങ്കുവെച്ചു. എന്നിട്ട് എന്തുണ്ടായി? ഒരു നെടുവീർപ്പോടെ അവൾ ഭർത്താവിനെ നോക്കി. കുറെ നേരം കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങിപ്പോയി. നേരം വെളുക്കാറായപ്പോൾ നഴ്സ് ഓടിയെത്തി. എന്താ വിശേഷം? അഞ്ജുവിന്റെ അമ്മ ആത്മഹത്യ ചെയ്തു. അഞ്ജു ഇവിടെ? അവൾ അറിഞ്ഞിട്ടില്ല. ഡോക്ടർ പാർക്കിൻസും അമലയും ഓടിയെത്തി. ഒറ്റക്കണ്ണിനും റോസ്ലിനും അവിടെ ഉണ്ടായിരുന്നു. ഡോക്ടർ പാർക്കിൻസ് അവരെ പരിശോധിച്ചു നോക്കി. ജീവനുണ്ടോ ഡോക്ടർ? റോസ്ലിൻ ചോദിച്ചു. ഇല്ല. ഡഗ്ലസും ചെമ്പനും വന്ന് ഭവാനിയുടെ ജനപം എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. അഞ്ജു വിവരം അറിയരുതെന്ന് പറഞ്ഞിട്ട് ഒറ്റക്കണ്ണിനും റോസ്ലിനും മുറി വിട്ടു. രാവിലെ തന്നെ വിന്നിയുടെ ഓപ്പറേഷൻ നടക്കേണ്ടതായിരുന്നു. ബ്ലഡ് പ്രഷറും മറ്റും നോക്കിയിട്ട് ഡോക്ടർ പാർക്കിൻസ് പറഞ്ഞു. ഓപ്പറേഷൻ മാറ്റിവെക്കേണ്ടി വരും. ഇവളുടെ ഗ്രൂപ്പിലുള്ള രക്തത്തിന്റെ സ്റ്റോക്ക് വളരെ കുറവാണ്. അപൂർവമായി കാണാറുള്ള AB പോസിറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട രക്തമായിരുന്നു ആവശ്യം. ഓപ്പറേഷൻ 5 ദിവസത്തേക്ക് നീട്ടിവെക്കാൻ ഡോക്ടർ തീരുമാനിച്ചു. അന്ന് രാത്രി ഡഗ്ലസും റോസ്ലിനും നഗരത്തിലെത്തി. വൻ പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പരസ്യങ്ങൾ പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. രക്തദാനം ചെയ്യാൻ തയ്യാറായി രണ്ടുപേർ ഹോട്ടൽ മുറിയിലെത്തി. റോസ്ലിൻ അവരുടെ രക്തം ഓരോ കുപ്പി വീതം എടുത്തു. രാത്രിയിൽ വയർലെസ്സിൽ കൂടി അവൾ ഗരുഡൻ മലയിലേക്ക് മെസ്സേജ് നൽകി. 2 കുപ്പി രക്തം കൂടി വേണമെന്ന് മറുപടി ലഭിച്ചു. രക്തദാനം ചെയ്ത യുവാവ് സ്ഥിരമായി തന്റെ ജീവരക്തം വിറ്റ് ജീവിക്കുന്നതായിരുന്നു. വലിയ ആശുപത്രികൾക്ക് മുമ്പിൽ എപ്പോഴും കറങ്ങി നടക്കുന്ന അവൻ തനിക്ക് പ്രതിഫലമായി ലഭിച്ച വൻ തുകയെ പറ്റി കൂട്ടുകാരോട് പറഞ്ഞു. ഹോട്ടലിൽ വെച്ച് രക്തം ഊറ്റിയെടുത്ത രോഗി എവിടെ അടക്കിടക്കുന്നത്? കൂട്ടുകാരിൽ ഒരാൾ ചോദിച്ചു. എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരി തന്നെ, എങ്കിലും എനിക്കൊരു സംശയം. എന്താണ്? ഒളിവിൽ കഴിയുന്ന വല്ലവർക്കും വേണ്ടിയായിരിക്കും നിന്റെ റോയൽ ബ്ലഡ് അവൻ വാങ്ങിയിരിക്കുന്നത്. പുലികളോ സിഖ് ഭീകരരോ ആയിരിക്കും. നമുക്ക് പോലീസിൽ വിവരം അറിയിക്കാം. കവലയിൽ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനോട് അവർ വിവരം പറഞ്ഞു. പോലീസുകാരൻ ഉടൻ തന്നെ സബ് ഇൻസ്പെക്ടർക്ക് ഫോൺ ചെയ്തു. സബ് ഇൻസ്പെക്ടറും പാർട്ടിയും ഉടൻ തന്നെ ഹോട്ടലിൽ പാഞ്ഞെത്തി. റോസ്ലിനും ഡഗ്ലനും താമസിക്കുന്ന മുറിയുടെ വാതിലിൽ സബ് ഇൻസ്പെക്ടർ മുട്ടി. വാതിൽ തുറന്നു. അപകടം മനസ്സിലാക്കിയ റോസ്ലിൻ ഒറ്റ കുതിപ്പിന് ഒളിച്ചു വെച്ചിരുന്ന യന്ത്രത്തോക്ക് കയ്യിലെടുത്തു. ഒന്നും ആലോചിക്കാതെ അവൾ കാഞ്ചി വലിച്ചു. മഴ പോലെ വെടിയുണ്ടകൾ വർഷിക്കാൻ തുടങ്ങി. യന്ത്രത്തോക്കിൽ നിന്നും ചീറിപ്പാഞ്ഞ വെടിയുണ്ടകൾ സബ് ഇൻസ്പെക്ടറുടെയും സഹപ്രവർത്തകരുടെയും ശരീരത്ത് അരിപ്പ പോലെ സുഷിരങ്ങൾ സൃഷ്ടിച്ചു. റോസ്ലിൻ പെട്ടെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. അവൾ വയർലെസ്സിൽ കൂടി ഗരുഡൻ മലയിലേക്ക് സന്ദേശം അയച്ചു. രക്ഷപ്പെടാൻ പഴുതില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നിർദ്ദേശം ലഭിച്ചു. റോസ്ലിനും ഡഗ്ലസും പെട്ടെന്ന് മുറിയിൽ നിന്നും പുറത്തിറങ്ങി. യന്ത്രത്തോക്കുമായി റോസ്ലിൻ മുന്നിൽ നടന്നു. ഗോവണി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് താഴെ നിൽക്കുന്ന പോലീസുകാരെ കണ്ടത്. രണ്ടുപേരും തിരിഞ്ഞോടി. അവർ മുറിയിൽ കയറി കതകടച്ചു. ഡഗ്ലസ് ജനാലയിൽ കൂടി താഴേക്ക് നോക്കി. അപ്പോൾ പോലീസുകാരോടൊപ്പം ധാരാളം ആളുകൾ മുകളിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു.
ഡഗ്ലസ്, പരിഭ്രാന്തിയോടെ അവൾ വിളിച്ചു. അവനും ജനാലയിൽ കൂടി താഴേക്ക് നോക്കി. മുറിയിൽ ഒരു യുവാവും യുവതിയുണ്ട്. താഴെ നിൽക്കുന്നവർ വിളിച്ചു പറയുന്നത് അവർ കേട്ടു. റോസ്ലിൻ ജനൽപാളികൾ വലിച്ചടച്ചു. എന്നിട്ട് വയർലെസ് യന്ത്രം താറുമാറാക്കി. ഡഗ്ലസ്, ദയനീയമായി റോസ്ലിൻ അവനെ വിളിച്ചു. നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല, അല്ലേ? അതെ, അവൾ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. മരിക്കാൻ തയ്യാറായിക്കൊള്ളുക. അവൾ യന്ത്രത്തോക്ക് അവന്റെ നെഞ്ചിന് നേരെ ചൂണ്ടിപ്പിടിച്ചു. ഒരു നിമിഷം അവൾ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് നിറയൊഴിച്ചു. അവൻ മരിച്ചെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ സ്വയം വെടിവെച്ച് മരിച്ചു. വീണ്ടും വെടിവെച്ച് കേട്ടപ്പോൾ എല്ലാവരും ഭയന്നു വിറച്ചു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഹോട്ടലിൽ പാഞ്ഞെത്തി. അക്രമികളോട് നിരായുധരായി പുറത്തേക്ക് ഇറങ്ങി വരാൻ പലതവണ അവർ ആജ്ഞാപിച്ചു. ഒടുവിൽ വാതിൽ തകർക്കാൻ തന്നെ തീരുമാനിച്ചു. വെടിവെച്ച് വാതിലിന്റെ പൂട്ട് തകർത്തു. വാതിൽ തുറന്നു. ചരിഞ്ഞു നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കിയ സർക്കിൾ ഇൻസ്പെക്ടർ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി. അക്രമികളുടെ വസ്ത്രങ്ങളും ബാഗുകളും അവർ പരിശോധിച്ചു. വയർലെസ് യന്ത്രങ്ങളും 50,000 രൂപയുടെ കറൻസി നോട്ടുകളും മാത്രം ലഭിച്ചു. അക്രമികൾ ഭീകരപ്രവർത്തകരാണെന്ന് പോലീസ് ഓഫീസർ അനുമാനിച്ചു. ആംബുലൻസുകൾ പാഞ്ഞെത്തി. ശവശരീരങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിറ്റേ ദിവസം ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കോൺഫറൻസ് നടത്തി. അപ്രത്യക്ഷരായിരിക്കുന്ന ഡോക്ടർ പാർക്കിൻസും അമലയും അക്വിലയും അവരുടെ മുഖ്യ വിഷയമായി തീർന്നു. ഒളിവിൽ കഴിയുന്ന ഭീകരർക്ക് രക്തം ആവശ്യമായി തീർന്നതിന് പിന്നിൽ ഡോക്ടറുടെ തീരോധാനം ബന്ധപ്പെടുത്താനാവുന്നതാണെന്ന് അവർ കണക്കുകൂട്ടി. അക്വിലയുടെ ഫോൺ സന്ദേശം ആൻഡമാൻ ദ്വീപിൽ നിന്നല്ല, ഏതോ ഒളി സങ്കേതത്തിൽ നിന്നുമായിരിക്കാമെന്നും അവർ ഊഹിച്ചു. ഭീകരവാദികളുടെ ആവശ്യം കഴിയുമ്പോൾ അക്വിലയുടെയും മറ്റു ഭിഷകന്മാരുടെയും വിട്ടയക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യും. രക്തം സംഭരിക്കാനെത്തിയവരുടെ അപകട മരണം ഒരുപക്ഷെ ഡോക്ടർമാരുടെ രക്ഷപ്പെടലിന് വിഘാതം സൃഷ്ടിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. കേസ് അന്വേഷണം കുറ്റാന്വേഷണ വകുപ്പിനെ ഏൽപ്പിക്കണമെന്ന് പോലീസ് ഓഫീസർമാരുടെ കോൺഫറൻസ് തീർച്ചപ്പെടുത്തി. അവർ ഗവൺമെന്റിനെ വിവരം അറിയിച്ചു. ഡിറ്റക്റ്റീവ് ചീഫ് KG പ്രതാപിന് ഗവൺമെന്റിന്റെ അടിയന്തര സന്ദേശം ലഭിച്ചു. ചന്ദനം കള്ളക്കടത്തുകാരനായിരുന്ന ദാദാറാവുവിനെ പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ച ശേഷം വിശ്രമിക്കുകയായിരുന്ന ഡിറ്റക്റ്റീവ് ജയപ്രകാശിനെയും സൂസനെയും അദ്ദേഹം തന്റെ ഓഫീസിലേക്ക് വിളിച്ചു. പ്രമാദമായ അനേകം കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഡിറ്റക്റ്റീവ് ജയപ്രകാശ് ചുറുചുറുക്കും കൗശല ബുദ്ധിയുമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. പ്രതിയോഗിയെ മിന്നലാക്രമണത്തിൽ കൂടി തറ പറ്റിക്കാനും അവരുടെ ഒളി സങ്കേതങ്ങൾ മണത്തറിഞ്ഞ് കണ്ടുപിടിക്കാനും അദ്ദേഹം വിരുദ്ധനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം അനേകം കേസുകളിൽ തുമ്പുണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ള യുവതിയായിരുന്നു സുന്ദരിയായ ഡിറ്റക്റ്റീവ് സൂസൻ. ഏതു വേഷം കെട്ടാനും കുറ്റവാളികളെ തന്റെ സൗന്ദര്യത്തിൽ ഭ്രമിപ്പിച്ച് വല വീശിപ്പിടിച്ച് തന്റെ സഹപ്രവർത്തകനായ ജയപ്രകാശിന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കാനും അവൾ നല്ല വിരുദ് പ്രകടിപ്പിച്ചിരുന്നു. നൂതനമായ ആയുധങ്ങൾ ഉപയോഗിക്കാനും വാഹനങ്ങൾ ഓടിക്കാനും പ്ലെയിൻ പറപ്പിക്കാനും അവൾ സമർത്ഥയായിരുന്നു. കുറ്റാന്വേഷണ രംഗത്തെ സൂപ്പർമാൻ എന്നറിയപ്പെടുന്ന ജയപ്രകാശുമായി ചേർന്ന് കേസ് അന്വേഷിക്കുന്നതിൽ അവൾ അഭിമാനം കൊണ്ടിരുന്നു. ഡിറ്റക്റ്റീവ് ചീഫ് KG പ്രതാപിന്റെ മുമ്പിൽ അനുസരണയുള്ള കുട്ടികളെ പോലെ അവർ ഇരുന്നു. സോ യു മസ്റ്റ് കോൺടാക്ട് ക്രൈംബ്രാഞ്ച് IG ഓഫ് പോലീസ്. തനിക്ക് കിട്ടിയ അടിയന്തര സന്ദേശത്തിന്റെ വെളിച്ചത്തിൽ ചീഫ് പറഞ്ഞ് അവസാനിപ്പിച്ചു. ജയപ്രകാശും സൂസനും എഴുന്നേറ്റു. അവർ ചീഫിനെ സല്യൂട്ട് ചെയ്തു. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. അവർ ചീഫിന്റെ ക്യാബിന് പുറത്തു കടന്നു. ആവശ്യമുള്ള ആയുധങ്ങൾ വെപ്പൺ സ്റ്റോറിൽ നിന്നും എടുത്തു. വസ്ത്രങ്ങളും ആയുധങ്ങളും 2 ബാഗുകളിലാക്കി അവർ പുറത്തിറങ്ങി. ഒരു ടാക്സി പിടിച്ച് ക്രൈംബ്രാഞ്ച് IG ഓഫീസിലെത്തി. യുവദമ്പതികളെ പോലെ കാറിൽ നിന്ന് ഇറങ്ങിയ അവരുടെ അടുത്ത് ഒരു കാവൽക്കാരൻ ഓടിയെത്തി. കാവൽക്കാരന് ജയപ്രകാശിനെ നല്ല പരിചയമുണ്ടായിരുന്നു. താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അയാൾക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചിട്ട് ജയപ്രകാശും സൂസനും അകത്തേക്ക് കയറി. അവരെ കണ്ടപ്പോൾ IG കസേരയിൽ നിന്നും എഴുന്നേറ്റ് സന്തോഷത്തോടെ സ്വീകരിച്ചു. സാംസ്കാരിക മന്ത്രി ഗായത്രി ദേവിയുടെ കേസ് അന്വേഷണം കഴിഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് വീണ്ടും നമ്മൾ തമ്മിൽ കാണേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല, അല്ലെ? IG ചോദിച്ചു. അതെ, ലോകം മുഴുവൻ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. വിഘടനവാദവും മൗലികവാദങ്ങളും എല്ലാ രാഷ്ട്രങ്ങളെയും വിഷമവൃത്തത്തിനുള്ളിൽ നിർത്തിയിരിക്കുകയാണ്. ഇവരെയൊക്കെ സഹായിക്കാൻ സ്ഥാപിത താല്പര്യക്കാരായ രാജ്യങ്ങളും ഉണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. രാജ്യത്ത് പൗരന്മാരുടെ ന്യായമായ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുത്താൽ പല പ്രശ്നങ്ങളും ഇല്ലാതാകും. നമ്മൾ രാഷ്ട്രീയക്കാരല്ലല്ലോ, സമാധാന പാലനം മാത്രമല്ലേ നമ്മുടെ ചുമതല. IG ചിരിച്ചു. ജയപ്രകാശും സൂസനും ചിരിയിൽ പങ്കുകൊണ്ടു. ചായ സൽക്കാരം കഴിഞ്ഞ് അവർ വിഷയത്തിലേക്ക് കടന്നു. ഹോട്ടലിലുണ്ടായ നിർഭാഗ്യകരമായ സംഭവത്തോടനുബന്ധിച്ച് ഗവേഷണ ഡോക്ടർമാരുടെ തിരോധാനവും ബന്ധിപ്പിച്ച് IG സംസാരിച്ചു. അന്വേഷണം എങ്ങനെ ആരംഭിക്കണമെന്നുള്ള ഒരു ലക്ഷ്യവും ജയപ്രകാശിനും സൂസനും ലഭിച്ചില്ല. ഇതുവരെ അന്വേഷണമൊന്നും നടത്തിയില്ലേ? എല്ലാം ചുവന്ന നാടയിൽ കുടുങ്ങി.
അന്വേഷണം പുരോഗമിക്കാനുള്ള പഴുതുകളൊന്നും കിട്ടിയില്ല. മറ്റൊരു സംഭവം കൂടി പറയാനുണ്ട്. എന്താണ്? കേൾക്കട്ടെ. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഗരുഡൻ മലയിൽ ഒരു ഹെലികോപ്റ്റർ ചില രാത്രികളിൽ എത്താറുണ്ടെന്ന് മലയോര കർഷകർക്ക് സംശയം തോന്നി. രണ്ട് ചെറുപ്പക്കാരും ഒരു യുവതിയും ചേർന്ന് ഗരുഡൻ മലയിലേക്ക് പുറപ്പെട്ടു. ഒരാഴ്ച കഴിഞ്ഞ് ഒരാൾ തിരിച്ചെത്തി. തമിഴ്നാട്ടിലേക്ക് ഒരു കമ്പനിയിൽ യുവതികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് 5 പെൺകുട്ടികളെ സംഘടിപ്പിച്ചു. യുവതികൾ അപ്രത്യക്ഷരായി. സംഘടകനായ യുവാവ് ശക്തിയേറിയ ബോംബ് സ്ഫോടനത്തിൽ ചിന്നിച്ചിതറി. ഗരുഡൻ മലയിലെത്തിയ 4 അംഗ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിനിരയായി. IG അപ്രധാനമായി പറഞ്ഞ സംഭവങ്ങൾ ജയപ്രകാശിന് കൂടുതൽ ജിജ്ഞാസയുണ്ടാക്കി. DSPയുമായി ബന്ധപ്പെടാൻ IG അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. പിറ്റേ ദിവസം ജയപ്രകാശ് SP സോമശേഖരന്റെ അടുത്തെത്തി. അവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടി. കുടിയേറ്റ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ കൊണ്ടുപോയി ഗരുഡൻ മല കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ജയപ്രകാശിന്റെ ആവശ്യപ്രകാരം ഫോറസ്റ്റ് ഓഫീസിലെത്തി. വനത്തിലെ വന്യമൃഗങ്ങളെ പറ്റി റേഞ്ചറിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കി. ജില്ലയുടെയും വനപ്രദേശത്തിന്റെയും മാപ്പുകൾ വാങ്ങി അദ്ദേഹം ഹോട്ടലിൽ തിരിച്ചെത്തി. സൂസൻ അദ്ദേഹത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവർ കേസിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു. ജയപ്രകാശ് പറഞ്ഞു, അപ്രധാനമെന്ന് തോന്നിയ ഒരു കേസിന്റെ ചുവട് പിടിച്ചാണ് അന്വേഷണം ആരംഭിക്കേണ്ടത്. കൊടും വനത്തിൽ കിടന്ന് നീ വീണ്ടും അട്ടകടി ഏൽക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കളോടൊപ്പം ഏത് നരകത്തിൽ പോയി കേസ് അന്വേഷിക്കാനും ഞാൻ തയ്യാറാണ്. പുഞ്ചിരിച്ചുകൊണ്ട് സൂസൻ പറഞ്ഞു. അങ്ങനെയാണോ? അതെ. പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു. ജയപ്രകാശ് റിസീവർ എടുത്ത് കാതോട് ചേർത്തു. വാട്ട്? ജയപ്രകാശിന്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. റിസീവർ കാഡിൽ വെച്ചിട്ട് ഡിറ്റക്റ്റീവ് ജയപ്രകാശ് കസേരയിലിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് അസ്വസ്ഥത പടരുന്നത് കണ്ടുകൊണ്ട് സൂസൻ ചോദിച്ചു, ആരാണ് വിളിച്ചത്? നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. എങ്ങനെ? അതേപറ്റിയാണ് ഞാനും ചിന്തിക്കുന്നത്. എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വിജയരാജിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ കേസ് കിടക്കുന്നത്. ജില്ലാ പോലീസിന്റെ ഓഫീസിലും റേഞ്ചറുടെ ഓഫീസിലും മലയോര ഗ്രാമത്തിലും മറ്റും ഞാൻ കറങ്ങി നടന്നത് കുറ്റവാളി സംഘത്തിന്റെ ചാരന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും. എന്താണ് ഫോണിലൂടെ പറഞ്ഞത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇനി ജയപ്രകാശ് എന്നൊരു കുറ്റാന്വേഷകൻ ഉണ്ടായിരിക്കുകയില്ലെന്ന്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് യഥാർത്ഥ കുറ്റവാളികളുടെ മധ്യത്തിൽ തന്നെയാണ്. അതെ, നമ്മുടെ ഓരോ ചലനങ്ങളും അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ദമ്പതികളെ പോലെ പൊതുജനങ്ങൾക്ക് ധാരണയുണ്ടാക്കത്തക്ക വിധം ഒരു ഡബിൾ റൂമിൽ താമസിക്കുമ്പോൾ എത്തിയ ഫോൺ കോൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. ഡിറ്റക്റ്റീവ് ജയപ്രകാശ് റിസപ്ഷനിലെത്തി. എന്താണ് സർ? റിസപ്ഷനിസ്റ്റായ യുവതി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് ഫോൺ കോൾ എങ്ങനെയാണ് എത്തിയതെന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചു. താങ്കൾ ഡിറ്റക്റ്റീവ് ആണോ? അല്ല, ഡിറ്റക്റ്റീവ് ജയപ്രകാശിനെ ലൈനിൽ കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ ഹോട്ടലിൽ താമസിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ മറ്റെന്തെങ്കിലും പേരിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ വന്നപ്പോൾ അയാൾ പറഞ്ഞ അടയാളം വെച്ച് താങ്കൾക്ക് കോൾ വന്നതാണ്. ഐ എം സോറി. നോ പ്രോബ്ലം. ഫോണിൽ കൂടി ഞാൻ ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥനാണെന്ന് ധരിച്ച് അയാൾ ഭീഷണിപ്പെടുത്തി. ഭാര്യ പേടിച്ചു വിറച്ച് ഇരിക്കുകയാണ്. ഐ എം എക്സ്ട്രീംലി സോറി സർ. അവൾ വീണ്ടും ക്ഷമാപണം നടത്തി. സാരമില്ല. അദ്ദേഹം സ്റ്റെയർ കേസ് കയറി തന്റെ മുറിയിലേക്ക് പോയി. മുറിയിലെത്തിയ ഉടൻ അദ്ദേഹം സൂസനോട് പറഞ്ഞു, അപകടം നിഴൽ പോലെ നമ്മുടെ പിന്നാലെ ഉണ്ട്. മറ്റൊരു ഹോട്ടലിലേക്ക് മാറി താമസിച്ചാലോ? അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എതിരാളികൾ നമ്മളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സാരമില്ല, വേഷഭൂഷണനായി നമുക്ക് ഇവിടെ നിന്നും പോകാം. എന്നിട്ട് ഈ ഹോട്ടൽ നിരീക്ഷണ വിധേയമാക്കാം. സൂസൻ പറഞ്ഞ ഐഡിയ കൊള്ളാമെന്ന് ജയപ്രകാശിന് തോന്നി. ഹോട്ടലിലെ ബിൽ തീർത്തിട്ട് അറബി ദമ്പതികളുടെ വേഷം ധരിച്ചുകൊണ്ട് അവർ ഹോട്ടൽ വിട്ടു. മറ്റൊരു ഹോട്ടലിൽ മുറിയെടുത്തതിനു ശേഷം അവർ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തു. ഒരു സിഖുകാരന്റെ വേഷത്തിൽ ജയപ്രകാശ് പഴയ ഹോട്ടലിൽ തിരിച്ചെത്തി. ഈ ഹോട്ടലിൽ ജയപ്രകാശ് എന്ന പേരുള്ള ഒരാൾ താമസിക്കുന്നുണ്ടോ? റിസപ്ഷനിസ്റ്റിനോട് ഇംഗ്ലീഷിൽ അദ്ദേഹം ചോദിച്ചു. കുറച്ചു മുമ്പ് രണ്ടുപേർ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് പോയതേ ഉള്ളൂ. ജയപ്രകാശ് എന്ന പേരുള്ള ഒരാൾ മുറി എടുത്തിട്ടില്ല. ആരാണ് അന്വേഷിച്ചു വന്നവർ? 2 ചെറുപ്പക്കാരാണ്. ഞാൻ കളവ് പറയുകയാണെന്ന് കരുതി അവർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹം ആരാണ്? ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥനാണ്. അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ചെറുപ്പക്കാരൻ ഹോട്ടലിലേക്ക് കയറി ചെന്നു. മാഡം പ്ലീസ്, അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. കേസിനെ പറ്റിയുള്ള ചില വിവരങ്ങൾ ഏൽപ്പിക്കാനുണ്ട്. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും. ഈ ഹോട്ടലിലാണ് താമസിക്കുന്നതെന്ന് വ്യക്തമായി പറഞ്ഞതാണ്. 1 മിനിറ്റ്. റിസപ്ഷനിസ്റ്റ് ഇന്റർകോമിലൂടെ മാനേജറെ വിളിച്ചു. മാനേജർ എത്തുന്നതിന് മുമ്പ് സിഖ് വേഷത്തിൽ നിൽക്കുന്ന ജയപ്രകാശ് ഹോട്ടലിന് പുറത്തു കടന്നു. മാനേജർ എത്തുന്നതും ചെറുപ്പക്കാരുമായി സംസാരിക്കുന്നതും പുറത്തു നിന്നുകൊണ്ട് ജയപ്രകാശ് കാണുന്നുണ്ടായിരുന്നു. എന്ത് വില കൊടുത്തും അവരെ പിടികൂടണമെന്ന് അദ്ദേഹം തീരുമാനിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അത് സംഭവിച്ചത്.
ചെറുപ്പക്കാരിൽ ഒരാൾ പിസ്റ്റൾ എടുത്ത് ഹോട്ടൽ മാനേജറുടെ നേർക്ക് ചൂണ്ടുന്നു. അടുത്തയാൾ പുറത്തേക്കുള്ള ഗ്ലാസ് വാതിൽ ലോക്ക് ചെയ്യുവാൻ തുടങ്ങുന്നു. ഒറ്റ കുതിപ്പിന് ജയപ്രകാശ് വാതിൽക്കൽ പാഞ്ഞെത്തി. സർവ്വശക്തിയും എടുത്ത് വാതിൽ തള്ളി തുറന്നിട്ട് 2 തവണ നിറയൊഴിച്ചു. അദ്ദേഹത്തിന് ഒന്നും തെറ്റിയില്ല. വാതിൽ പൂട്ടാൻ തുടങ്ങിയവന്റെ 2 കൈകളും വെടിയേറ്റ് തകർന്നു. ശബ്ദം കേട്ടുകൊണ്ട് ഹോട്ടൽ മാനേജറെ ആക്രമിക്കാനായി തയ്യാറെടുത്തു നിന്നവൻ തിരിഞ്ഞു നോക്കി. പിന്നൽ വേഗത്തിൽ കൈപ്പത്തി കൊണ്ട് അവന്റെ പിൻകഴുത്തിൽ ഒരു വെട്ടുകൊടുത്തു. വെട്ടിയിട്ട വാഴ പോലെ അവൻ നിലം പതിച്ചു. വേഗം പോലീസിനെ വിളിക്കൂ, ജയപ്രകാശ് പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ സബ് ഇൻസ്പെക്ടറും 4 പോലീസുകാരും ജീപ്പിൽ പാഞ്ഞെത്തി. ഇവനെ വേഗം ആശുപത്രിയിൽ എത്തിക്കൂ, വെടിയേറ്റ് കിടക്കുന്ന ചെറുപ്പക്കാരന്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ജയപ്രകാശ് പറഞ്ഞു. താങ്കൾ? ഐഡന്റിറ്റി കാർഡ് കണ്ട സബ് ഇൻസ്പെക്ടർ സല്യൂട്ട് ചെയ്തിട്ട് വെടിയേറ്റ് കിടക്കുന്നവനെ പെട്ടെന്ന് ജീപ്പിൽ കയറ്റാൻ പോലീസുകാരോട് പറഞ്ഞു. ബോധരഹിതനായി തറയിൽ കിടക്കുന്ന യുവാവിനെ വലിച്ചിഴച്ചുകൊണ്ട് ജയപ്രകാശ് ഒഴിഞ്ഞുകിടന്ന ഒരു മുറിയിലെത്തി. മൈക്രോവേവ് വയർലെസ് കൂടി ഡിവൈഎസ്പി സോമശേഖരുമായി ബന്ധപ്പെട്ടു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സായുധരായ പോലീസുകാർ ഹോട്ടൽ വളഞ്ഞു. ബോധരഹിതനായ യുവാവിനെ ജയപ്രകാശ് ഉണർത്തി. കണ്ണുകൾ തുറന്നയുടൻ അവൻ ആയുധമെടുക്കാനായി വസ്ത്രങ്ങളിൽ പരതുന്നത് കണ്ടുകൊണ്ട് ജയപ്രകാശ് പറഞ്ഞു. നിന്റെ പക്കൽ ആയുധങ്ങളൊന്നുമില്ല. വിദേശ നിർമ്മിതമായ നിന്റെ ബോംബും എന്റെ പക്കലാണിപ്പോൾ. നിരാശയോടെ അവൻ ജയപ്രകാശിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നാക്കിനടിയിൽ സൂക്ഷിച്ചിരുന്ന മാരക വിഷം അടങ്ങിയിരുന്ന ക്യാപ്സൂൾ കടിച്ചു. 1 മിനിറ്റ് പോലും തികയുന്നതിനു മുമ്പ് അവൻ മരിച്ചു. ഉടൻ തന്നെ ജയപ്രകാശ് ആശുപത്രിയിലേക്ക് കുതിച്ചു. ആശുപത്രിയിലെത്തിയ അദ്ദേഹം പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അവനും ആത്മഹത്യ ചെയ്തു. അദ്ദേഹം സബ് ഇൻസ്പെക്ടറോടൊപ്പം സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിൽ നിന്ന് എസ്പിയുമായി സംസാരിച്ചതിനു ശേഷം ഹോട്ടലിലേക്ക് മടങ്ങി. ഹോട്ടലിലെത്തിയ ഉടൻ അക്രമിയുടെ പക്കൽ നിന്ന് ലഭിച്ച പിസ്റ്റളും ബോംബും വയർലെസ് യന്ത്രവും പരിശോധിച്ചു നോക്കി. ഏത് ഫ്രീക്വൻസിയിലും സന്ദേശം അയക്കാനും സ്വീകരിക്കാനും കഴിവുള്ള വിദേശ നിർമ്മിതമായ വയർലെസ് ആയിരുന്നു അത്. അദ്ദേഹം വയർലെസ് ഓൺ ചെയ്തു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സന്ദേശം എത്തി. അവനെ പിടികിട്ടിയോ? ഇല്ല, അദ്ദേഹം പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നമ്മുടെ ഓരോ നിമിഷങ്ങളും വിലയേറിയതാണ്. എങ്ങനെയെങ്കിലും അവനെ തെരഞ്ഞു പിടിക്കണം. ഓക്കെ. വയർലെസ് സന്ദേശം നിലച്ചു. ജയപ്രകാശിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. സൂസൻ, നമുക്ക് നേരിടേണ്ടത് വമ്പൻ സന്നാഹങ്ങളുള്ള ഏതോ ഒരു റിബൽ ഗ്രൂപ്പിനെയാണ്. എന്നാൽ ഈ വയർലെസ് നമുക്ക് വഴി കാണിച്ചു തരും. ബ്രീഫ് കേസ് തുറന്ന് തീപ്പെട്ടിയുടെ വലുപ്പമുള്ള ഒരു ഇലക്ട്രോണിക്സ് മീറ്റർ എടുത്ത് അദ്ദേഹം വയർലെസിനോട് ഘടിപ്പിച്ചു. എന്നിട്ട് വയർലെസ് വീണ്ടും പ്രവർത്തിപ്പിച്ചു. അവനെ പിടികിട്ടിയോ? ഇല്ല, മറ്റൊരു ഹോട്ടലിലുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. വയർലെസ് ഓഫ് ചെയ്തിട്ട് മെസ്സേജ് എത്തിയത് എത്ര കിലോമീറ്റർ ദൂരത്ത് നിന്നാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം സൂസനോട് പറഞ്ഞു. രാത്രി തന്നെ നമുക്ക് DSPയുടെ ഓഫീസിലെത്തണം. അവിടെ വെച്ച് വീണ്ടും മെസ്സേജ് ലഭിക്കുന്ന ദൂരം നോക്കണം. അപ്പോൾ ഇതിനേക്കാൾ ദൂരെയാണ് മീറ്റർ കാണിക്കുന്നതെങ്കിൽ SP സൂചിപ്പിച്ച ഗരുഡൻമല നമുക്ക് അവഗണിക്കാം. ഈ ഹോട്ടൽ കേന്ദ്രബിന്ദുവായി കണക്കാക്കിക്കൊണ്ട് മറ്റൊരു ദിശയിലേക്ക് പോകേണ്ടി വരും. ഉടൻ തന്നെ സൂസനും ജയപ്രകാശും ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ടു. 5 മണിക്കൂർ നേരം ടാക്സിയിൽ യാത്ര ചെയ്ത് അവർ പോലീസിന്റെ ജില്ലാ ആസ്ഥാനത്തെത്തി. അപ്പോൾ കിഴക്ക് വെള്ള കീറി തുടങ്ങിയിരുന്നു. പോലീസ് സൂപ്രണ്ട് സോമശേഖരനെ അവർ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. അദ്ദേഹത്തിന്റെ ക്യാബിനിൽ ഇരുന്നുകൊണ്ട് വീണ്ടും അദ്ദേഹം യുവാവിന്റെ പക്കൽ നിന്ന് ലഭിച്ച വയർലെസ് പ്രവർത്തിപ്പിച്ചു. ജയപ്രകാശിന്റെ കണ്ണുകൾ വിടർന്നു. മെസ്സേജ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 20 കിലോമീറ്റർ ദൂരെ നിന്നായിരുന്നു. വയർലെസ് ഓഫ് ചെയ്തിട്ട് ജയപ്രകാശ് സൂസന്റെ കണ്ണുകളിലേക്ക് നോക്കി. ചുവന്നു തൊടുത്ത അവളുടെ ചുണ്ടുകൾക്കിടയിൽ മുല്ലമുട്ടുകൾ പോലെയുള്ള പല്ലുകൾ പ്രത്യക്ഷപ്പെട്ടു. ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ശിശുവിന്റെ ചിത്രം TV സ്ക്രീനിൽ കാണത്തക്ക സംവിധാനമുള്ള സ്കാനിംഗ് മെഷീൻ ഡോക്ടർ പാർക്കിൻസ് പ്രവർത്തിപ്പിച്ചു. ഇന്ദുവിന്റെ വയറ്റിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന കുഞ്ഞിന്റെ മുഖം ഒറ്റക്കണ്ണൻ സ്ക്രീനിൽ കണ്ടു. സന്തോഷം കൊണ്ട് അയാൾ കസേരയിൽ നിന്നും ചാടി എണീറ്റ് തുള്ളിച്ചാടി. അയാളെ പോലെ നെറ്റിക്ക് താഴെ മൂക്കിന് മുകളിലായി ഒറ്റ കണ്ണ് മാത്രമുള്ള അത്ഭുത ശിശു. ആ ശിശുവിന്റെ TV ഫോട്ടോകൾ എടുത്തു. ഒറ്റക്കണ്ണൻ തന്റെ ക്യാബിനിൽ കയറി അജ്ഞാത കേന്ദ്രത്തിലേക്ക് മെസ്സേജ് നൽകി. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞതുപോലെ അസാധ്യമായി ഒന്നുമില്ലെന്ന് തെളിഞ്ഞിരിക്കുന്നു. ആറ്റം ബോംബ് കണ്ടുപിടിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന പോലെ അത്ഭുത ശിശുവിനെ സൃഷ്ടിച്ച ഡോക്ടർ പാർക്കിൻസും അക്വിലിയും അമലയും വിധിയെ ശപിച്ചുകൊണ്ട് നിന്നു. അന്ന് രാത്രിയിൽ ഒറ്റക്കണ്ണന് ഉത്സവ ലഹരിയായിരുന്നു. അയാൾ എല്ലാവരെയും അഭിനന്ദിക്കുകയും വിദേശ നിർമ്മിതമായ മുന്തിയ ഇനം മദ്യം വിളമ്പുകയും ചെയ്തു. സമനില തെറ്റിയവനെ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാൾ എല്ലാ മുറികളിലും ഓടി നടന്നു. റോസ്ലിനും ഡഗ്ലസും ആത്മഹത്യ ചെയ്തതിനു ശേഷം അക്വിലി ഒറ്റക്കണ്ണനോട് കൂടുതൽ ആത്മാർത്ഥത അഭിനയിച്ചുകൊണ്ടിരുന്നു. അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയാണ് അക്വിലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. റോസ്ലിൻ നഷ്ടപ്പെട്ടതിന് പകരമായി അക്വിലിയെ ഒറ്റക്കണ്ണൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. എങ്കിലും ഒരു രഹസ്യവും അവളോട് പറയാൻ തയ്യാറായിരുന്നില്ല. എല്ലാവരും ഉറങ്ങാനായി വട്ടം കൂട്ടിയപ്പോൾ അവൾ ഒറ്റക്കണ്ണന്റെ മുറിയിലെത്തി.
ആക്ച്വലി നമ്മൾ വിജയിച്ചിരിക്കുന്നു. എന്നെപ്പോലെ ഒരു ഭീകര മനുഷ്യനെ സൃഷ്ടിക്കണമെന്നുള്ള അഭിലാഷം പൂർത്തിയായിരിക്കുന്നു. അവളെ പിടിച്ച് മടിയിൽ കിടത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു, താങ്കൾ ഭീകരനാണെന്ന് ആര് പറഞ്ഞു? നിനക്ക് അങ്ങനെ തോന്നുന്നില്ലേ? ഇല്ല, എന്റെ ശരീരത്തിൽ ആദ്യമായി സ്പർശിച്ചയാൾ ഒരിക്കലും ഭീകരനല്ല, എന്റെ കാണപ്പെട്ട ദൈവമാണ്. നീ തമാശ പറയുകയാണോ? അല്ല, ഒരു ഉപകാരം ചെയ്യുമോ? എന്താണ്? 15 മാസം കഴിഞ്ഞ് എന്നെ വിടാമെന്നല്ലേ താങ്കൾ പറഞ്ഞിരുന്നത്? അതെ. എനിക്ക് ഇവിടെ നിന്ന് പോകാൻ ഇഷ്ടമില്ലെങ്കിലോ? എന്ത്? അതെ, ഒരു സ്ത്രീക്ക് അയാളെ സ്നേഹിക്കുന്ന പുരുഷനെയാണ് ആവശ്യം. മരിക്കുന്നത് വരെ ജീവിതം ആസ്വദിക്കാൻ കഴിഞ്ഞാൽ അതിനോളം വലിയ ഭാഗ്യം ഒന്നുമില്ല. നിങ്ങൾ അവൾ വാക്കുകൾ പൂർത്തിയാക്കാതെ ഒറ്റക്കണ്ണന്റെ ചുവന്ന കണ്ണുകളിലേക്ക് നോക്കി. പറയൂ, നിങ്ങൾ എന്നെ ആവശ്യമില്ലെന്ന് തോന്നുമ്പോൾ വെടിവെച്ചു കൊന്നുകൊള്ളൂ, അല്ലെങ്കിൽ വെപ്പാട്ടിയായി ജീവിക്കാൻ എന്നെ അനുവദിക്കണം. നീ വളരെയേറെ കാട് കയറി ചിന്തിക്കുന്നു. ഈ സ്ഥലം ഒരു ഇടത്താവളം മാത്രമാണ്. അതിനെന്താ? ഇടത്താവളത്തിൽ നിന്നും സ്ഥിരം താവളത്തിലേക്ക് പോകുമ്പോ എന്നെ കൂടി താങ്കളോടൊപ്പം താമസിപ്പിച്ചുകൂടെ? അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. അവൾ അയാളുടെ മുഖത്തേക്ക് കണ്ണിമയ്ക്കാതെ നോക്കിക്കിടന്നു. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? വെറുതെ. താങ്കൾക്ക് ഭീകരമുഖമാണെന്ന് പറഞ്ഞത് ശരിയാണോന്ന് ഒന്നുകൂടി നോക്കുകയായിരുന്നു. എന്നിട്ട്? ഞാനൊരു ഡോക്ടറാണ്, അല്ലെന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. എന്നിട്ടും എന്റെ മുമ്പിൽ ഈ ഒളിച്ചുകളി എന്തിനാണ് നടത്തുന്നത്? ഒളിച്ചുകളിയോ? അതെ. താങ്കളുടെ മുഖം ഒരിക്കലെങ്കിലും കാണാൻ എന്നെ അനുവദിക്കൂ. ഏ പ്ലീസ്, താങ്കളുടെ യഥാർത്ഥ മുഖത്ത് ഞാനൊന്ന് ചുംബിക്കട്ടെ. ആക്ച്വലി, ഒറ്റക്കണ്ണൻ അവളെ മടിയിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്താ, എന്നോട് ദേഷ്യമാണോ? ഒറ്റക്കണ്ണൻ കുറെ നേരം അവളെ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നിട്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, നീ പോയി കിടന്നോളൂ. താങ്കൾ എനിക്ക് പകരം മറ്റൊരാളെ അന്വേഷിക്കുക. അവൾ വാതിൽ തുറക്കാൻ ഭാവിച്ചപ്പോൾ ഒറ്റക്കണ്ണൻ അവളെ തടഞ്ഞു. നിൽക്കെവിടെ? അക്വില നിന്നു. നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? മരിക്കുന്നത് വരെ ഇവിടെ ജീവിക്കാമെന്ന് കരുതിയത് ഒരു പുരുഷന്റെ ശക്തിയും സ്നേഹവും ലഭിച്ചതുകൊണ്ടാണ്. അത് നിഷേധിക്കുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള എല്ലാ വശങ്ങളും എനിക്കറിയാം. അവൾ വാതിൽ തുറന്നു. അപ്പോൾ ഒറ്റക്കണ്ണൻ വീണ്ടും അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ബെഡിൽ പോയിരിക്കൂ. അവൾ അനുസരിച്ചു. അയാൾ കുറെ നേരം അവൾക്ക് പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് ആലോചിച്ചു. ഇനി ഒരു ഡോക്ടറെ തട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമായ കാര്യമാണെന്ന് അയാൾ ചിന്തിച്ചു. ഡഗ്ലസും റോസലിനും ഹോട്ടലിൽ വെച്ച് നടത്തിയ ആക്രമണം നാട് മുഴുവൻ ഇളക്കി മറിച്ചിരിക്കുകയാണ്. ഡിറ്റക്റ്റീവ് ജയപ്രകാശിനെ തകർക്കാനായി നിയോഗിക്കപ്പെട്ടിരുന്ന പരശുരാമും കൊച്ചുസ്വാമിയും മെസ്സേജുകളൊന്നും കൈമാറുന്നില്ല. അവർ പോലീസിന്റെ വലയിൽ വീണോന്നും അറിഞ്ഞുകൂടാ. അങ്ങോട്ട് മെസ്സേജ് അയക്കാനും കഴിയുന്നില്ല. ഈ സ്ഥിതിയിൽ പ്രഗത്ഭയായ ഒരു ഡോക്ടറെ നഷ്ടപ്പെടുന്നതിനെ പറ്റി ചിന്തിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല. ഇവൾ തന്റെ യഥാർത്ഥ മുഖം കാണുന്നത് കൊണ്ട് തനിക്കൊന്നും നഷ്ടമാകുന്നില്ല. 10 പെൺകുട്ടികളുടെ പ്രസവം നടന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കാമഭ്രാന്തി പിടിച്ച ഈ പെണ്ണ് ഒരിക്കലും മനസ്സിലാകുന്നില്ല. ഗരുഡൻ മല അതിശക്തമായി പൊട്ടിത്തെറിക്കും. ഭയാനകമായ ആ കാഴ്ച ഹെലികോപ്റ്ററിൽ ഇരുന്നു കൊണ്ട് താൻ മാത്രം കാണും. ലക്ഷക്കണക്കിന് വിലയുള്ള യന്ത്ര സാമഗ്രികളും പുതിയ മനുഷ്യക്കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ച ഡോക്ടർമാരും മറ്റ് അന്തേവാസികളും ഗരുഡൻ മലയോടൊപ്പം ആകാശത്തേക്ക് ഉയർന്നു പൊട്ടിച്ചിതറും. വളരെ രസകരമായ ഒരു കാഴ്ചയായിരിക്കും അത്. ചരിത്രത്തിലെ ഏടുകളിൽ നിന്ന് ഗരുഡൻ മല അപ്രത്യക്ഷമാകും. സ്ഫോടനം എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കാനായി അധികാരികൾ നെട്ടോട്ടമോടും. അപ്പോൾ താൻ എവിടെയായിരിക്കും? ഒരു ചെറുപുഞ്ചിരിയോടെ ഒറ്റക്കണ്ണൻ അക്വിലിക്ക് അഭിമുഖമായി നിന്നു. അക്വിലി, പതിഞ്ഞ ശബ്ദത്തിൽ അയാൾ വിളിച്ചു. അവൾ മുഖമുയർത്തി. നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പോവുകയാണ് ഞാൻ. ബെഡിൽ നിന്നും സന്തോഷം കൊണ്ട് അക്വിലി ചാടി എണീറ്റു. അപ്പോൾ അയാൾ തുടർന്നു, ഈ രഹസ്യം മറ്റാരോടും നീ പറയുകയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. എന്റെ ജീവൻ തന്നെ ഉറപ്പ്. ഓക്കെ. പെട്ടത് മുറിയിലെ ഒരു ചുവന്ന ബൾബ് പ്രകാശിച്ചു. ഒറ്റക്കണ്ണൻ വാതിൽ തുറന്ന് കൺട്രോൾ റൂമിലേക്ക് കുതിച്ചു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.